ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെൻസ് സർക്കിൾ. സോ നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടണും അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും അമർത്താൻ മറക്കരുത്. അപ്പോൾ എൻ്റെ മുടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കാരണം ഇത് ഞാൻ തീരുമാനിച്ചായിരുന്നു ഈ കൊല്ലം കഴിയുന്നതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ അച്ചീവ് ചെയ്യാൻ, ഒരു ഹെയർ കട്ട് എടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ബസ് കട്ട് അടിച്ചത്. സൈഡിൽ ഫുള്ളായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാണ് റീസൺ. ഞാനിങ്ങനെ അടിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് മനസ്സായിരുന്നു ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിലും എടുക്കും അല്ലെങ്കിൽ എടുക്കില്ല. അപ്പോൾ സഫീറും കൂടി സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ലാസ്റ്റ് എടുക്കാനുള്ള രീതി അങ്ങനെ ഒന്ന് പോയി. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്കിലുള്ള റീസൺ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് മെൻസിനുള്ളൊരു മിസ്കൺസെപ്ഷനാണ് ലേഡീസ് മാത്രമേ ഈ ബ്ലോ ഡ്രയർ എന്ന് പറയുന്ന ഉപകരണം യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെയല്ല ഒരിക്കലും. കാരണം എന്ന് വെച്ചാൽ നമുക്കും ഇതിൻ്റെ ഉപയോഗം നമ്മൾ ഹെയർ സ്റ്റൈലിൽ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കും അത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ലേഡീസിന് മാത്രമായിട്ടുള്ള ഉപകരണമൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ, അതായത് വെച്ചാൽ നമ്മൾ എന്തിനാണ് ബ്ലോ ഡ്രയർ യൂസ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എനിക്ക് ഇൻട്രസ്റ്റഡ് ആയി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടതെന്ന് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കിത് ഒരു ഹെയർ സ്റ്റൈൽ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കൊരു ബേസായിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. അതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാച്ചുറലായിട്ട് ഒരു ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ അത് അത്ര ഈസി അല്ല ഒരിക്കലും. നമ്മൾ വേറൊരു ഹെയർ സ്റ്റൈൽ അച്ചീവ് ചെയ്യണം. നമുക്കിപ്പോൾ ചിലപ്പോൾ ഫോട്ടോസെല്ലാം കണ്ടിട്ട് അങ്ങനെ ചെയ്യണം, മുടി ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇത് നമ്മൾ നാച്ചുറലായി ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ എന്താ കുളിച്ചതിൻ്റെ അങ്ങനത്തെ തന്നെ തുടച്ചിട്ട് ആ ഭാഗത്ത് ചെയ്യുക വെച്ചാലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റും, ആ ബേസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഹെയർ സ്റ്റൈല് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അതാണ് ഫസ്റ്റത്തെ ഉപയോഗം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹെയർ സ്റ്റൈൽ. നമുക്ക് അധികം ചില ആൾക്ക് കേളി ഹെയർ ഉണ്ടാവും, ചില ആൾക്ക് സ്ട്രെയിറ്റ് ഹെയർ ഉണ്ടാവും, ചില ആൾക്ക് വേവി ഹെയർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ഹെയർസ് ഉള്ള ആൾക്കാർ ഏറ്റവും ലക്കിയാണ്. കാരണം അവർക്ക് കൂടുതലായിട്ട് നല്ല നല്ല ഹെയർ സ്റ്റൈൽ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലോ ഡ്രയർ യൂസ് ചെയ്താലും യൂസ് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാർ പൊതുവെ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർസ് ഉള്ള ആളായിരിക്കും. ഇപ്പോൾ കേളി ഹെയർസിന് അല്ലെങ്കിൽ ബേബി ഹെയർസിന് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് ഒന്ന് നിലക്ക് നിർത്താൻ ബുദ്ധിമുട്ടാണ് അവരുടെ ഹെയർ. അപ്പോൾ ഇത് നമ്മൾ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും. കൂടുതലും നമുക്കത് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെ നമുക്ക് നമ്മുടെ ഹെയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. നമുക്ക് ഒരു അച്ചീവ് ചെയ്യുമ്പോൾ, ഒരു ഹെയർ സ്റ്റൈൽ അച്ചീവ് ചെയ്യുമ്പോൾ, ബേബി ഹെയർസിന് ചിലപ്പോൾ പറ്റാത്ത ഹെയർ സ്റ്റൈലാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കേളി ഹെയർസിന് കുറച്ചും കൂടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് ആ ഹെയർ സ്റ്റൈലിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഡൈവേഴ്സ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഹെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ സാധാ യൂസ് ചെയ്യുമ്പോൾ അധികം ആൾക്കാരെയും കാണാം ഫുള്ള് ഹെയർ സ്റ്റൈൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് അങ്ങനെ നിർത്തിക്കണം. അത് ഒരിക്കലും നാച്ചുറലായിട്ട് കാണൂല, ഭയങ്കര എന്താ പറയുക എടുത്ത് കാണിക്കും നമ്മൾ ആ പ്രൊഡക്റ്റ് എത്രയ്ക്ക് യൂസ് ചെയ്തത്. ഈ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരു ഹെയർ സ്റ്റൈലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ബേസ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഹെയർ സ്റ്റൈൽ അതേപോലെ തന്നെ നിൽക്കും. പക്ഷെ നമ്മൾ അതൊന്ന് കൂടുതൽ നേരം നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആ പ്രൊഡക്ട്സ് കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു നാണക്കേടും വേണ്ട, നിങ്ങൾ കൂടുതൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ തോന്നുകയും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ 2-3 ഉപയോഗമുണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്ട്സ് മാത്രം, നമ്മൾ കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മൾ സാധാ ഫ്രഷ് ആയിട്ട് നമ്മളൊരു ഹെയർ സ്റ്റൈൽ അച്ചീവ് ചെയ്യാൻ നോക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കൂടുതലായിരിക്കും. അത് കൂടുതൽ എന്താ പറയുക ബാഡ് സൈഡായിട്ടാണ് കാണുക. നമ്മളെ ഹെയർ സ്റ്റൈല് നല്ലതായിട്ട് കാണൂല. അപ്പോൾ നമ്മൾ ബ്ലോ ഡ്രയർ യൂസ് ചെയ്തുകൊണ്ട് അതും കുറക്കാൻ പറ്റും, നമ്മൾ പ്രൊഡക്റ്റ് യൂസേജും കുറക്കാൻ പറ്റും. പോയിന്റ് നമ്പർ 4 എന്ന് പറയുന്നത്, ബ്ലോ ഡ്രയറിനെ കൊണ്ട് നമുക്ക് കൂടുതൽ വോളിയം അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഹെയറിൽ നമ്മൾ കൂടുതൽ വോളിയം അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് നേരത്തെ പറഞ്ഞു സ്ട്രെയിറ്റ് ഹെയർസ് ഉള്ളവർ കൂടുതൽ ലക്കിയാണ്. പക്ഷെ അവർക്ക് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ഹെയർ ആണ് കൂടുതലും. അപ്പോൾ ഞാൻ ചെറുതിൽ അനുഭവപ്പെട്ടെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വോളിയം, അതായത് കുറച്ചൊരു പൊന്തി നിൽക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഹെയർ ഇങ്ങനെ വലിക്കുന്നതോടെ നമുക്ക് കൂടുതൽ വോളിയം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ വലിയ നല്ല നീളത്തിലുള്ള നല്ലൊരു സ്റ്റൈലിൽ നമുക്ക് പൊന്തിച്ച് വെക്കാൻ പറ്റും നല്ലോണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉപയോഗം കൂടിയുണ്ട് ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ ബ്ലോ ഡ്രയറിനെ കൊണ്ട്. നമ്മൾ ആ ഒരു ടോപ്പായിട്ടുള്ള അല്ലെങ്കിൽ വോളിയം നല്ല ഉള്ള ഹെയർ സ്റ്റൈൽ അച്ചീവ് ചെയ്യാൻ നോക്കുമ്പോൾ ബ്ലോ ഡ്രയർ നമ്മളെ വളരെ സഹായിക്കും. ഇനി 5ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നമ്മൾ ഏത് ഹെയർ സ്റ്റൈലാണ് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്, അച്ചീവ് ചെയ്തത് അത് കൂടുതൽ നേരം നിൽക്കാൻ സഹായിക്കും.
നമ്മളിപ്പോൾ നാച്ചുറലി അങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഹെയർ അങ്ങനെ തന്നെ ഇട്ട് നമ്മൾ കുളിച്ചതിൻ്റെ അങ്ങനത്തെ തന്നെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ പ്ലേസ് ചെയ്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ നമുക്ക് പോകുമ്പോൾ ഒരു പേടിയുണ്ടാവും, നമ്മളെ മുടിയെല്ലാം ഓക്കെ ആണോ, അതിങ്ങനെ ഒപ്പിക്കേണ്ടി വരും. അത് ഒരിക്കലും ആവശ്യം വരില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഹെയർ സ്റ്റൈൽ എങ്ങനെ നിൽക്കുന്നത് അതേപോലെ തന്നെ കുറേ നേരം നിൽക്കും. നമ്മളൊരു പ്രോഡക്റ്റും കൂടി അതിൻ്റെ മേലെ യൂസ് ചെയ്താൽ നല്ല ടോപ്പ് അടിപൊളിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരിടത്ത് പോകുമ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഹെയർ എങ്ങനെയാണ് അത് അങ്ങനത്തെ നിൽക്കും, കൂടുതൽ നേരം നിൽക്കും. നമ്മൾ സാധാ ഹെയർ സ്റ്റൈൽ അങ്ങനെ ചീക്കിട്ട് പോകുന്നത് അതിലും കൂടുതൽ നമുക്ക് ഹെയർ സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഉപയോഗമാണ് അത് നമുക്ക് എല്ലാവർക്കും. കാരണം നമ്മൾ ഹെയർ സ്റ്റൈൽ എപ്പോഴും നമുക്ക് ഒരു എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അങ്ങനെയുള്ളൊരു ഉപയോഗം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഈ ബ്ലോ ഡ്രയർ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഞാനെന്തായാലും ചെയ്യില്ല, സഫീറായിരിക്കും അത് ചെയ്തിട്ടുണ്ടാകാൻ. അപ്പോൾ അതും കൂടി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കും. അണ്ടിൽ ദെൻ സീ യു. അല്ലേ.